സംസ്ഥാനം ഒന്നാകെ നാളെ പ്രവേശനോത്സവത്തിലേക്ക് കടക്കുമ്പോൾ മലപ്പുറത്തെ പാങ് GLP സ്കൂളിന് ഇത് അതിജീവന പ്രവേശനോത്സവമാണ്. വാൽപ്പാറ വാഹനാപകടത്തിൽ 5 അധ്യാപകരെ നഷ്ടമായ വിദ്യാലയത്തിൽ പുതിയ അധ്യാപകരാണ് കുട്ടികളെ കാത്തിരിക്കുന്നത്. സ്കൂൾ മോടി പിടിപ്പിച്ചും പായസവും ബിരിയാണിയുമൊക്കെ ഒരുക്കിയും PTA-യും നാട്ടുകാരും കൂടെയുണ്ട്. കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിന് ഗായകൻ അതുൽ നറുകരയും നാളെ സ്കൂളിലെത്തും. 10 പേരുടെ ജീവൻ നഷ്ടമായ വാൽപ്പാറ ദുരന്തം മലയാളിയുടെ തീരാ നോവാണ്. ആ ദുരന്തകാലം കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് പാങ് സ്കൂള്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 5 അധ്യാപകരെയാണ് നഷ്ടമായത്. എന്നിരിക്കെ പോലും ആ ദുഃഖങ്ങളിൽ അതിൻ്റെ ഓർമ്മകളിൽ ഇരിക്കാൻ കഴിയില്ല. ഒരു അധ്യയന കാലമാണ് വരുന്നത്. കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകേണ്ടുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഈ പ്രവേശനോത്സവത്തിന്റെ തൊട്ട് തലേ ദിവസം ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കുട്ടികളെ ഒരുക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ മുൻ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അവരെ മുക്തരാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിന് പ്രാപ്തമായിട്ടുണ്ടോ സത്യത്തിൽ? ഞങ്ങളതിന് റെഡിയാണ്, തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി കുട്ടികളോടൊക്കെ സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എന്നിട്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിന് റെഡിയായി നിൽക്കുന്നത്. കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഓർമ്മകളുണ്ടോ? കുറച്ചൊക്കെ ഓർമ്മകളുണ്ട്. അവർ കുറച്ച് പേരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ആ ഒരു സങ്കടം വിട്ടു മാറിയിട്ടില്ല. കുട്ടികളൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവർ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോഴേ മുഴുവനായിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നാളെ എന്തൊക്കെയാണ് നിങ്ങൾ കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നത്? നാളെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്കൊരു സന്തോഷം വേണമല്ലോ. ഞങ്ങൾ പായസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ട്. പിന്നെ പല ഭാഗത്തും കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകൾ PTA-ന്റെ വക തന്നെ പിന്നെ കുട്ടികൾക്കൊരു പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. നാടൊക്കെ ഈ സ്കൂളിനൊപ്പം നിന്നു. അതെ. ഈ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി 30 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ വിദ്യാലയം, ഒരു പുതിയ അന്തരീക്ഷം, പുതിയ അധ്യാപകർ എല്ലാം പുതുക്കി വളരെ നല്ല രീതിയിൽ കുട്ടികളെ ഒരു പോസിറ്റീവ് എനർജി രൂപീകരിക്കുന്ന ഉള്ള രീതിയിലാണ് നമ്മളിവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൊരു നല്ല സ്കൂളിന്റെ അന്തരീക്ഷം മാറിയില്ലേ? തീർച്ചയായിട്ടും മാറി. ഇതിന്റെ തുടക്കം പറഞ്ഞപ്പോൾ നമ്മൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സ്വാഗത സംഘം കുറുവ പഞ്ചായത്ത് PTA അധ്യാപകർക്കൊക്കെ കൂടിയിട്ട് അതിന് ബാക്കി പ്രവേശനോത്സവം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ചർച്ച കാര്യങ്ങളൊക്കെ എത്തി ഏകദേശം ഈ ലെവലിലായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രവേശനോത്സവം ആ കുട്ടികൾക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷത്തിലാണത്. അപ്പോൾ ജില്ലാ പ്രവേശനോത്സവം ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ സ്കൂളിലേക്കായിരിക്കും. കാരണം ആ കുട്ടികൾക്കുണ്ടായിട്ടുള്ള നോവ്, വേദന എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രയാസവും ഇല്ലാത്ത ഒരു അധ്യയന കാലമായിരിക്കട്ടെ ആ കുട്ടികൾക്ക് ഈ വരുന്ന ഒരു വർഷം വരാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.